യോഹന്നാൻ എഴുതിയ സുവിശേഷം പഠിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, ഇവയെല്ലാം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വെരി ഗുഡ്, സിനോപ്റ്റിക് ഗോസ്പൽസ്. മത്തായി, മർക്കോസ്, ലൂക്കോസ് എഴുതിയ സുവിശേഷങ്ങൾ അറിയപ്പെടുന്നത് സിനോപ്റ്റിക് ഗോസ്പൽസ് അല്ലെങ്കിൽ സമാന്തര സുവിശേഷങ്ങൾ എന്നാണ്. എന്നാൽ വളരെ സാമ്യമുള്ളവയാണ് അവ തമ്മിൽ. എന്നാൽ ഗോസ്പൽ ഓഫ് ജോണിൽ കാണുന്ന 90% കാര്യങ്ങളും മറ്റ് സുവിശേഷങ്ങളിൽ കാണുകയില്ല. ഗോസ്പൽ ഓഫ് ജോണിലാണ് യോഹന്നാൻ്റെ ഐ ആം സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇതെല്ലാം യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ 21-ാം അധ്യായത്തിലെത്തിയിരിക്കുമ്പോൾ ഈ 20 അധ്യായങ്ങൾ എഴുതി വന്നതിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം എഴുതിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് 20-ന്റെ-31 പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഞാൻ ആദ്യം മുതലേ ഇത് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യേശു, ക്രിസ്തു എന്നീ വാക്കുകൾ ഏകദേശം 170 തവണയോളം ഗോസ്പൽ ഓഫ് ജോണിൽ പറഞ്ഞിട്ടുണ്ട്. ബിലീവ്, വിശ്വാസം എന്ന വാക്ക് ഏകദേശം 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗോസ്പൽ ഓഫ് ജോണിൻ്റെ തീം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബിലീവിങ് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഒന്ന് പറഞ്ഞേ, ബിലീവിങ് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഒന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 20 അധ്യായം വായിക്കുമ്പോൾ, 20-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ശരിക്ക് ഈ ബുക്ക്, ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം സ്റ്റോപ്പ് ചെയ്യുവാൻ പറ്റുന്ന സ്ഥലത്താണ് കൊണ്ടുവന്ന വാക്യം വെച്ചിരിക്കുന്നത്. 20-ന്റെ 30-ഉം 31-ഉം ഒന്ന് നോക്കിക്കേ. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യോഹന്നാൻ എഴുതിയ സുവിശേഷം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലത്താണ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. 20-ാം അധ്യായത്തിൻ്റെ എൻഡ് ഒന്ന് വായിച്ചു നോക്കിക്കേ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. നോക്കിക്കേ, ഒരു ചാപ്റ്റർ 20-ന്റെ അവസാനം വരുമ്പോൾ ക്ലൈമാക്സ് പോലെ കൊണ്ടുവന്ന് നിർത്തിയേക്കുമല്ലേ, അല്ലേ? അതുവരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇതിന് വേണ്ടിയാണ്. ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളൊക്കെ എഴുതാനും പറയാനുമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് നിർത്തിയിരിക്കുക. പിന്നെ എന്തുകൊണ്ടാണ് യോഹന്നാൻ വീണ്ടും ഒരു 25 വാക്യങ്ങളും കൂടി അതിൽ എഴുതിയത്? 2 കാരണങ്ങളുണ്ട്. ഒന്ന്, യേശു കർത്താവ് രക്ഷിതാവാണ്. യേശു കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പലരും യേശുവിനെ കണ്ടു. അതിനുശേഷം അവരുടെ ഭൂമിയിലെങ്ങും പോയി സാക്ഷ്യം വഹിക്കുവാനായിട്ട് അയാൾ ഗ്രേറ്റ് കമ്മീഷൻ നൽകി. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, 20-ാമത്തെ ചാപ്റ്ററിൽ യോഹന്നാൻ സുവിശേഷം എഴുതി നിർത്തിയായിരുന്നെങ്കിൽ നമ്മൾ ചിന്തിച്ചേനെ, പത്രോസ് എത്ര പരാജയമായിരുന്നുവെന്ന്. എന്നാൽ യോഹന്നാൻ ആഗ്രഹിച്ചു പത്രോസ് എങ്ങനെയാണ് റീസ്റ്റോർഡ് ആയത്, കർത്താവിൻ്റെ അടുക്കലേക്ക് പത്രോസ് എങ്ങനെയാണ് മടങ്ങി വന്നത് എന്നത് എല്ലാവരും അറിഞ്ഞിരിക്കണം. യോഹന്നാൻ പത്രോസിൻ്റെ നല്ല സുഹൃത്തായിരുന്നു. പത്രോസിനെ യേശു റീസ്റ്റോർ ചെയ്തത് എഴുതാതെയാണ് നമ്മൾ അപ്പസ്തോല പ്രവർത്തികൾ വായിക്കുന്നതെങ്കിൽ, 21-ാമത്തെ ചാപ്റ്റർ ഇല്ലാതെയാണ് നമ്മൾ അപ്പസ്തോല പ്രവർത്തികൾ നമ്മൾ വായിക്കുന്നതെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. കാരണം എന്താണെന്നറിയോ? പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ ആളാണ് എന്ന് നമുക്കറിയാം. അതിനു മുമ്പുള്ള അധ്യായങ്ങളിലാണ് പത്രോസിൻ്റെ തള്ളിപ്പറച്ചിലുകൾ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ 21-ാമത്തെ ചാപ്റ്ററിൽ ഗോസ്പൽ ഓഫ് ജോൺ ഇല്ലാതെ നമ്മൾ 20-ാമത്തെ ചാപ്റ്റർ വരെ നിർത്തിയിട്ട് അപ്പസ്തോല പ്രവർത്തികളിലേക്ക് പോയാൽ, അപ്പസ്തോല പ്രവർത്തികളുടെ 1-ാമത്തെ അധ്യായം മുതൽ 12-ാം അധ്യായം വരെ ലീഡ് റോൾ ആരാണെന്ന് അറിയാവോ? മെയിൻ ക്യാരക്ടർ പത്രോസാണ്. അവിടുത്തെ ലീഡ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്
പത്രോസാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, 20 അധ്യായത്തിന് മുമ്പുള്ള അധ്യായങ്ങളിൽ മുഴുവൻ പരാജയപ്പെട്ട ഒരാൾ എങ്ങനെയാണ് പ്രധാന കഥാപാത്രം ആകുന്നത് അപ്പസ്തോല പ്രവൃത്തികൾ വരുമ്പോൾ? ഇപ്പോൾ സുവിശേഷം അറിയിക്കുന്ന പ്രധാനപ്പെട്ട പ്രീച്ചറായിട്ട് പെന്തക്കോസ്ത് നാളിൽ പത്രോസ് മാറുകയാണ് അവിടെ. ഇപ്പം യോഹന്നാൻ 20 അപ്പസ്തോല പ്രവൃത്തി 1 തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കണ്ണിയാണ് ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 21, റിസ്റ്റോറേഷൻ ഓഫ് പീറ്റർ. യോഹന്നാൻ 21-ന്റെ 1-2 നമുക്ക് വായിച്ച് നോക്കാം. യോഹന്നാൻ 21-ന്റെ 1-2 ഒരുമിച്ച് വായിക്കണേ. അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബര്യാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനായിലെ നഥനയേലും ശെബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഒരു ദൂതൻ സ്ത്രീകളോട് കല്ലറയ്ക്കൽ വെച്ച് പറയുന്നുണ്ട്. ഒന്ന് വായിച്ചേ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവൻ്റെ ശിഷ്യന്മാരോട് പറവിൻ. അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും, ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മത്തായി എഴുതിയ സുവിശേഷത്തിൽ ദൂതൻ സ്ത്രീകളോട് പറയുന്നുണ്ട്, ഗലീലയിലേക്ക് ചെന്നാൽ മതി, അവിടെ കർത്താവ് വരുമെന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പം ഗലീല കടലിൻ്റെ റോമൻ പേരാണ് തിബര്യാസ് കടൽ എന്നുള്ളത്. ഇപ്പം യേശുവിൻ്റെ കാലത്തെ ഒരു റോമ ചക്രവർത്തിയായിരുന്നു തിബര്യാസ്. AD 14 മുതൽ 37 വരെയാണ് അദ്ദേഹം ആ രാജ്യം ഭരിച്ചത്. അപ്പം യോഹന്നാൻ സുവിശേഷം എഴുതിയ കാലത്ത് ചക്രവർത്തിയുടെ ബഹുമാനാർത്ഥം ഗലീല കടലിൻ്റെ പേര് എന്താക്കി? തിബര്യാസ് കടൽ എന്നാക്കി മാറ്റി. അപ്പം യൂദാസ് പോയി തൂങ്ങി മരിച്ചതിന് ശേഷം യേശുവിന് 11 ശിഷ്യന്മാരാണ് ഉണ്ടായിരുന്നത്. അതിൽ പത്രോസ്, തോമസ്, നഥനയാൽ, ജെയിംസ്, ജോൺ, 2 വേറെ ശിഷ്യന്മാരും, അതായത് 7 ശിഷ്യന്മാർ അവിടെ തിബര്യാസ് കടൽക്കരയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ യേശു പ്രത്യക്ഷനാകുമെന്ന് പറഞ്ഞതുകൊണ്ട് ഈ 7 ശിഷ്യന്മാർ കർത്താവിനെ കാത്ത് തിബര്യാസ് കടൽക്കരയിൽ ഇരിക്കുകയാണ്. അതാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ്. പിന്നെ എന്താണ് സംഭവിച്ചത്? 21-ന്റെ 3 വായിക്കാം. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. അപ്പം ചില പ്രീച്ചേഴ്സ് പത്രോസും ശിഷ്യന്മാരും ആ സമയത്ത് മീൻ പിടിക്കാൻ പോയതുകൊണ്ട് ബാക്ക് സ്ലൈഡ് ചെയ്തതാണ്, പിന്മാറിപ്പോയതാണ് എന്നൊക്കെ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. പക്ഷെ പത്രോസിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ മീൻ പിടിക്കാൻ പോകുകയെന്ന് പറഞ്ഞപ്പോൾ പത്രോസിൻ്റെ കൂടെ മറ്റ് 6 പേരും കൂടി പോയത്. നേതൃത്വ ഗുണമുള്ള ആളായിരുന്നു പത്രോസ്. പത്രോസും മറ്റ് ശിഷ്യന്മാരും മീൻ പിടിക്കാൻ പോയത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഇവിടെ വിശദീകരണമൊന്നും ലഭിച്ചിട്ടില്ല. അവർ വിശ്വാസത്തിൽ നിന്ന് പോയതാണെന്നോ പിന്മാറിപ്പോയതാണെന്നോ ഒന്നും പറയുന്നുമില്ല. അവരുടെ ബേസിക് നീഡ്സിന് വേണ്ടി പണിയെടുക്കേണ്ട ആവശ്യമുണ്ടായിക്കാണ്. അതായത് വിയർപ്പിൻ്റെ അസുഖം അവർക്കുണ്ടായിരുന്നില്ല. കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് അവർ പണിയെടുക്കാൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് കർത്താവിന് വേണ്ടി കാത്തിരുന്ന സമയം അവർ വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടി അവർ മീൻ പിടിക്കാനായിട്ട് അവർ പോയി. എങ്കിലും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്ക് മീനൊന്നും ലഭിച്ചില്ല. 21-ന്റെ 4 നോക്കിക്കേ. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. അപ്പം ഈ മീൻ ലഭിക്കാതിരിക്കുന്ന ഒരു നിരാശയുണ്ടാകുന്ന സാഹചര്യം കർത്താവിന് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല അവസരമായിട്ട് മാറുകയാണ്. എന്നാൽ മഗ്ദലനക്കാരി മറിയെ പോലെ ആദ്യം ശിഷ്യന്മാർ കർത്താവിനെ തിരിച്ചറിഞ്ഞില്ല. 21-ന്റെ 5 യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പൈഡിയ അല്ലെങ്കിൽ ഫ്രണ്ട്സ്, കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മീനൊന്നും പിടിച്ചില്ലേ എന്ന്. അവർ മീനൊന്നും പിടിച്ചിട്ടില്ല എന്ന് യേശുവിന് അറിയാം. എന്നാൽ അത് ശിഷ്യന്മാർ പിടിച്ചിട്ടില്ല എന്ന് പറയുവാനായിട്ട് യേശു താല്പര്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കഴിവിൻ്റെയും
ശക്തിയുടെയും ബലഹീനതകളും കുറവുകളൊക്കെ കർത്താവിനോട് നമ്മളങ്ങ് തുറന്നു പറഞ്ഞാലുണ്ടല്ലോ, അങ്ങ് ഏറ്റു പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് നടത്തിത്തരും. 21:6 പടകിൻ്റെ വലത്ത് ഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇപ്പം കടലിൽ വളരെ അനുഭവ സമ്പത്തുള്ള ശിഷ്യന്മാർക്ക് യേശു മീൻ പിടിക്കേണ്ടത് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. കാർപ്പൻറ്റേഴ്സ് സണ്ണെന്നാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്, അല്ലേ? കാർപ്പൻറ്ററായി വളർന്ന യേശു അവർക്ക് അഡ്വൈസ് കൊടുക്കുകയാണ്. അനേക ശിഷ്യന്മാർ രാത്രി മുഴുവൻ തെറ്റായ വശത്ത് യാതൊരു പ്രയോജനവുമില്ലാതെ വലയിറക്കുന്നുണ്ട്. എവിടെ വലയിറക്കണമെന്ന് യേശു പറയുമ്പോൾ യേശു പറയുന്നത് നമ്മൾ കേൾക്കുകയും യേശു പറയുന്നത് നമ്മൾ അനുസരിക്കുകയും ചെയ്താൽ വലയിലേക്ക് മത്സ്യത്തെ ആകർഷിക്കുന്നത് യേശു കർത്താവാണ്. യേശുവിനെ കൂടാതെ ശിഷ്യന്മാരുടെ പ്രവർത്തികൾ പ്രയോജനപ്പെടില്ലെന്നും യേശുവിനെ അനുസരിക്കുമ്പോൾ ശിഷ്യന്മാർ വിജയിക്കുമെന്നും മനസ്സിലാക്കുന്നതിന് ഈ അത്ഭുതകരമായ മീൻപിടുത്തം സഹായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ അനുസരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമാകുന്നതും നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറുന്നത്. 21:7 നോക്കാം. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ഇറ്റ്സ് ദ ലോർഡ്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ആരാണ് യേശു സ്നേഹിച്ച ശിഷ്യൻ? യോഹന്നാന് മനസ്സിലായി അത് കർത്താവാണെന്ന്. ആ മീൻപിടുത്തം കർത്താവിനെ തിരിച്ചറിയുവാനായിട്ട് ഇടയാക്കി. ഇറ്റ്സ് ദ ലോർഡ് എന്ന് പറഞ്ഞേ, ഇറ്റ്സ് ദ ലോർഡ് എന്ന് പറഞ്ഞേ, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞേ, അത് കർത്താവാകുന്നു. എൻ്റെ രക്ഷിതാവ് എൻ്റെ കർത്താവാകുന്നു, എന്നെ വിടുവിച്ചവൻ എൻ്റെ കർത്താവാകുന്നു. നമ്മളിന്ന് രാവിലെ പാടിയപ്പോൾ എൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്ന് പാടിയല്ലേ. എൻ്റെ കർത്താവുമൻ ദൈവവുമേ, നിൻമുറിവിൽ മമ ചുംബനമേ. എൻ്റെ കർത്താവുമൻ ദൈവവുമേ, നിൻമുറിവിൽ മമ ചുംബനമേ. നിർമ്മലനാം നിന്മേനിയിലീ വൻമുറിവുകളിൻ കാരണം ഞാൻ. എൻ്റെ കർത്താവുമൻ ദൈവവുമേ, നിൻമുറിവിൽ മമ ചുംബനമേ. ഒന്ന് പാടിക്കേ. എൻ്റെ കർത്താവുമൻ ദൈവവുമേ, നിൻമുറിവിൽ മമ ചുംബനമേ. ഒരിക്കൽ കൂടെ. എൻ്റെ കർത്താവുമൻ ദൈവവുമേ, നിൻമുറിവിൽ മമ ചുംബനമേ. നിർമ്മലനാം നിന്മേനിയിലീ വൻമുറിവുകളിൻ കാരണം ഞാൻ. എൻ്റെ കർത്താവുമൻ ദൈവവുമേ, നിൻമുറിവ് മമ ചുംബനമേ. ഹല്ലേലൂയ. എൻ്റെ രക്ഷിതാവ് എൻ്റെ കർത്താവാകുന്നു, എന്നെ വിടുവിച്ചവൻ എൻ്റെ കർത്താവാകുന്നു എന്ന് നമുക്ക് പറയുവാൻ സാധിച്ചത്, രുചിച്ചറിയുവാൻ സാധിച്ചതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. 21:7 കർത്താവാകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. അപ്പം യേശു കരയിൽ നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കിയ പത്രോസ് പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്തു, പ്രതികരിച്ചു. പത്രോസിൻ്റെ ഒരു സ്വഭാവം, പത്രോസിൻ്റെ ഒരു ടെമ്പറമെൻറ്റ് അങ്ങനെയുള്ളതാണ്. പുറംകുപ്പായം അണിഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ എത്തുവാനായിട്ട് ബോട്ടിൽ തന്നെ കാത്തു നിന്നില്ല. ബോട്ട് അവിടുന്ന് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്ന സമയത്തിന് വേണ്ടി കാത്തു നിന്നില്ല, അതിനു മുമ്പേ എടുത്ത് ചാടി. പകരം വേഗം കരയിലെത്താനായിട്ട് പത്രോസ് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി
അതായത് ജോലി ചെയ്യുന്നതിന് വേണ്ടി അങ്കി ഊരി അടിവസ്ത്രങ്ങൾ മാത്രമായിട്ട് നിന്ന പത്രോസ് തൻ്റെ പുറംകുപായം ചുറ്റിയാണ് വെള്ളത്തിലേക്ക് ചാടിയത്. 21-8 മുതൽ 11 വരെ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തല്ലായകയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. അപ്പം മറ്റ് ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വള്ളം കരയിൽ അടുപ്പിച്ചു. കരയിൽ തീക്കനലിൽ ചില മത്സ്യങ്ങൾ പാകം ചെയ്യുന്നത് അവർ കണ്ടു. തീക്കനലിൽ ചുട്ട അപ്പവും മീനും അടങ്ങുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഒരു പ്രഭാത ഭക്ഷണമായിരുന്നു അവരെ കാത്തിരുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി. എന്നാൽ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള മീന് ഇല്ലായകയാൽ അപ്പോൾ പിടിച്ച മത്സ്യങ്ങളിൽ ചിലത് കൊണ്ടുവരുവാനായിട്ട് യേശു പറഞ്ഞു. ഇത് കേട്ട പത്രോസ് വീണ്ടും ബോട്ടിൽ കയറി വല അടുപ്പിച്ചു. വലയിലുണ്ടായിരുന്ന മീൻ എണ്ണി നോക്കിയിട്ടുണ്ടല്ലേ? 1, 2, 3, 4, 5, 6, 10, 50, 100, 148, 150, 151, 152, 153 മത്സ്യം എണ്ണിയിട്ടുണ്ട് അല്ലേ? 153 മത്സ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. 21-12 മുതൽ 14 വരെ നോക്കാം. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചോളൂ, വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളുവിനെന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്നറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആർ എന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3 പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അപ്പോൾ കരയിൽ നിൽക്കുന്നയാൾ യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞിട്ട് നീ ആരാണെന്ന് ചോദിപ്പാനായിട്ട് പോയില്ല. എന്നാൽ യോഹന്നാൻ 20:14 കല്ലറയ്ക്ക് പുറത്ത് വെച്ച് മേരിക്ക് യേശുവിനെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാകും. ലൂക്കോസ് 24:13 മുതൽ 35 വരെ വായിക്കുമ്പോൾ എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർക്ക് യേശു അവരുടെ കൂടെ നടന്നിട്ടും സംസാരിച്ചിട്ടും ആദ്യം മനസ്സിലായില്ല എന്ന് കാണാം. എന്നാൽ ഇവിടെ ഈ സന്ദർഭമാകുമ്പോൾ ശിഷ്യന്മാർക്ക് യേശുവിനെ മനസ്സിലായി. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടുത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റിൽ, ഈ പ്രഭാത ഭക്ഷണത്തിൽ എരിയുന്ന തീക്കനലുണ്ട്. പത്രോസിൻ്റെ ജീവിതത്തിലെ മറ്റൊരു തീക്കനലിൻ്റെ അടുത്തുള്ള സന്ദർഭം നിങ്ങളുടെ ചിന്തയിൽ വരുന്നുണ്ടോ? ഇപ്പം ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. പത്രോസ് മറ്റൊരു തീക്കനലിൻ്റെ അടുത്തിരുന്ന ഒരു സന്ദർഭം നിങ്ങളുടെ യെസ് യോഹന്നാൻ 18:17-18 വായിക്കുമ്പോൾ വാതിൽ കാക്കുന്ന ബാല്യക്കാരത്തി പത്രോസിനോട്, നീയും ഈ മനുഷ്യൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനോ എന്ന് ചോദിച്ചു. അല്ല എന്ന് അവൻ പറഞ്ഞു. അന്ന് കുളിരാകൊണ്ട് ദാസന്മാരും സേവകരും കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു. പത്രോസും അവരോടുകൂടെ തീ കാഞ്ഞുകൊണ്ടുവന്നു. എന്നാൽ 21-ാം അധ്യായത്തിൽ ഈ തീക്കനലിൻ്റെ മുൻപിൽ പത്രോസിനെ കൃപയോടെ യേശു റീസ്റ്റോർ ചെയ്യുകയാണ്. ഒരു തീക്കനലിൻ്റെ മുമ്പിൽ വെച്ച് യേശുവിനെ പത്രോസ് തള്ളി പറഞ്ഞപ്പോൾ മറ്റൊരു തീക്കനലിൻ്റെ മുമ്പിൽ വെച്ച് യേശു പത്രോസിനെ റീസ്റ്റോർ ചെയ്യുകയാണ്. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ 5 അപ്പവും 2 മീനും കൊണ്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും യേശു ഭക്ഷണം വിളമ്പിയതുപോലെ ഉയർത്തെഴുന്നേറ്റ യേശു ഇവിടെ ശിഷ്യന്മാർക്ക് അപ്പവും മീനും വിളമ്പുകയാണ്. വർഷങ്ങൾക്ക് ശേഷം പത്രോസ് പ്രസംഗിക്കുമ്പോൾ അപ്പസ്തോല പ്രവൃത്തി 10:41 പറയുന്നു, സകല ജനത്തിനുമല്ല, ദൈവം മുമ്പ് കൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. മനസ്സിലായോ?
ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ പറഞ്ഞിരിക്കുകയാണ് പത്രോസ്. ഇപ്പം ഈ ശിഷ്യന്മാരുടെ ഗ്രൂപ്പിനുണ്ടല്ലോ, ശിഷ്യന്മാരുടെ കൂട്ടത്തിന് യേശു ഇങ്ങനെ 3 പ്രാവശ്യം പ്രത്യക്ഷനായി എന്നാണ് നമ്മൾ വായിച്ചത്. യോഹന്നാൻ 20:19 യോഹന്നാൻ 20:26 ഇപ്പോൾ യോഹന്നാൻ 21:14 കൂടി ആകുമ്പോൾ 3 പ്രാവശ്യം ഗ്രൂപ്പായിട്ടുള്ള ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷനായത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനു മുമ്പ് യോഹന്നാൻ 20:14 നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം പഠിച്ചതാണ്. 20:14 മഗ്ദലന മറിയയ്ക്കും, മത്തായി എഴുതിയ സുവിശേഷം 28:8-9 ചില സ്ത്രീകൾക്കും, ലൂക്കോസ് എഴുതിയ സുവിശേഷം 24:33-34 പത്രോസിനും പ്രത്യക്ഷനായിരുന്നു എന്ന് നമുക്ക് കാണാം. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ പാലിക്കുകയും അല്ലെങ്കിൽ ഫീഡ് ചെയ്യുകയും റിസ്റ്റോർ ചെയ്യുകയും ചെയ്തു. പ്രത്യേകിച്ച് തൻ്റെ ആടുകളെ പാലിക്കുവാനായിട്ട്, ഫീഡ് ചെയ്യുവാനായിട്ട് പത്രോസിനെ അപ്പോയിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് പത്രോസിനെ ഫീഡ് ചെയ്യുകയും പത്രോസിനെ റീസ്റ്റോർ ചെയ്യുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ ഒരു ജേർണലിസ്റ്റ് വന്നിട്ട് ശിഷ്യന്മാരെ ഇൻ്റർവ്യൂ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എന്താണ് ശിഷ്യന്മാരെ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത? എന്തായിരിക്കും ശിഷ്യന്മാർ ഇൻ്റർവ്യൂവിൽ പറയുക? ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല, എന്നാൽ യേശുവിൻ്റെ വാക്ക് കേട്ട് വലയിട്ടപ്പോൾ 153 വലിയ മീനുകളെ കിട്ടി. കൈകളെല്ലാം ശൂന്യമായിരുന്നു, പെട്ടെന്ന് തന്നെ അങ്ങ് പ്രോസ്പർ ചെയ്തു. അതായിരിക്കുമോ ശിഷ്യന്മാർ പറയുന്ന ഉത്തരം? ഞാൻ വിശ്വസിക്കുന്നത് ശിഷ്യന്മാർ ഇൻ്റർവ്യൂവിൽ പറയുന്ന ഉത്തരം അതായിരിക്കില്ല. ഞങ്ങൾക്ക് യേശുവിനോടൊരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാനായിട്ട് സാധിച്ചു, ഞങ്ങൾക്ക് യേശുവിനോടൊരുമിച്ച് ഒരു ഫെല്ലോഷിപ്പ് കിട്ടി. അതാണ് ഹൈലൈറ്റ് എന്നാണ് എൻ്റെ ചിന്ത. നിങ്ങളെന്താണോ ചിന്തിക്കുന്നത്? യേശുവിനോട് ഫെല്ലോഷിപ്പ് ഇല്ലാതെ തന്നെ യേശുവിൻ്റെ പാട്ടുകൾ പാടുവാൻ സാധിക്കും. യേശുവിനോട് ഫെല്ലോഷിപ്പ് ഇല്ലാതെ തന്നെ വർഷിപ്പ് ലീഡ് ചെയ്യാൻ സാധിക്കും. യേശുവിനോട് ഫെല്ലോഷിപ്പ് ഇല്ലാതെ തന്നെ യേശുവിനെക്കുറിച്ച് ബുക്കുകൾ എഴുതുവാൻ സാധിക്കും. യേശുവിനോട് ഫെല്ലോഷിപ്പ് ഇല്ലാതെ തന്നെ യേശുവിനെക്കുറിച്ച് പ്രീച്ച് ചെയ്യാൻ സാധിക്കും. യേശുവിനോട് ഫെല്ലോഷിപ്പ് ഇല്ലാതെ തന്നെ യേശുവിന് വേണ്ടിയുള്ള മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുവാൻ സാധിക്കും. യേശുവിനോട് ഫെല്ലോഷിപ്പ് ഇല്ലാതെ തന്നെ യേശുവിൻ്റെ പേരിൽ പണം പിരിക്കുവാൻ സാധിക്കും. കിങ്ങിനോട് ബന്ധമില്ലാതെ കിങ്ഡം ബിസിനസ്സിന് ഏർപ്പാട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഒരു കാര്യമില്ല പ്രിയപ്പെട്ടവരെ, യേശുവുമായിട്ട് ഫെല്ലോഷിപ്പ് ഉണ്ടോ പ്രിയപ്പെട്ടവരെ? അതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനവും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യം. യേശുവുമായിട്ട് എത്ര പേർക്ക് ഫെല്ലോഷിപ്പ് ഉണ്ട്? എത്ര പേർക്ക് യേശുവുമായിട്ട് ഫെലോഷിപ്പ് ഉണ്ട്? ആമേൻ. യോഹന്നാൻ 21:15-17 വരെ നോക്കാം, ഒരുമിച്ച് വായിക്കാം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്ക എന്നവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കുകയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നു എന്നവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്ക. കർത്താവും പത്രോസുമായിട്ടുള്ള ഈ ഡയലോഗ്, ഇതിൽ 3 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തതൊരു ചോദ്യമാണ്, ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ് ഒരു ക്വസ്റ്റ്യനാണ്. ഡു യു ലവ് മീ? എന്നെ സ്നേഹിക്കുന്നുവോ? രണ്ടാമത്തത് അതിൻ്റെ റിയാക്ഷനാണ്. എന്താണ് റിയാക്ഷനാണ്? യെസ് ലോർഡ്, ഉവ്വ് കർത്താവേ. മൂന്നാമത്തത് കമ്മീഷനാണ്, നിയോഗിക്കുകയാണ്, കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഏൽപ്പിക്കുകയാണ്. എന്തൊക്കെയാണ് ഏൽപ്പിച്ചത്? എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, ഫീഡ് മൈ ലാംബ്സ്. രണ്ടാമത് എന്താണ്? എൻ്റെ ആടുകളെ പാലിക്കുക, ടെൻഡ് മൈ ഷീപ്പ്. മൂന്നാമത് എന്താണ്? എൻ്റെ ആടുകളെ മേയ്ക്കുക, ഫീഡ് മൈ ഷീപ്പ്. അപ്പോൾ ക്വസ്റ്റ്യൻ, റിയാക്ഷൻ, കമ്മീഷൻ. ഒന്ന് പറഞ്ഞ്, ക്വസ്റ്റ്യനുണ്ട്, റിയാക്ഷനുണ്ട്,
കമ്മീഷനുണ്ട്. ഈ 3 പാർട്ടും 3 പ്രാവശ്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഈ ക്വസ്റ്റ്യനും റിയാക്ഷനും കമ്മീഷനും ഈ 3 പാർട്ടും 3 പ്രാവശ്യമായിട്ട് 3 ടൈംസ് ആയിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. യേശു ശിമോൻ പത്രോസിനോട് ചോദിക്കുന്നു, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? എന്തെങ്കിലും ഉത്തരവുണ്ടോ? എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ചിലപ്പോൾ അവിടെയുള്ള ബോട്ട് നോക്കി, അവിടെ കിടക്കുന്ന വല നോക്കി, അവിടെ പിടിച്ചുകൊണ്ട് വന്ന മീനുകളെ നോക്കിയിട്ട് ചിലപ്പോൾ ചോദിച്ചതായിരിക്കാം, പത്രോസ്, നിൻ്റെ ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഈ സാധനങ്ങളും ജോലിയിൽ നിന്ന് ലഭിച്ച ഈ വരുമാനമൊക്കെ ഉണ്ടല്ലോ, ഇതിനേക്കാളൊക്കെ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ അവിടെ തൊട്ടടുത്ത് തന്നെ മറ്റ് അപ്പസ്തോലന്മാരെല്ലാം അടുത്ത് തന്നെയുണ്ട് അല്ലേ? ആ അപ്പസ്തോലന്മാർ, അവരെ, പത്രോസ്, നീ ആ അപ്പസ്തോലന്മാരെ സ്നേഹിക്കുന്നതിൽ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെ ആയിരിക്കാം. അല്ല, ഈ അപ്പസ്തോലന്മാരൊക്കെ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായിട്ട് പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്താ ഇങ്ങനെ ചോദിക്കാൻ കാരണം? എന്താ? മറ്റുള്ളവർ യേശുവിനെ ഉപേക്ഷിച്ചാലും പത്രോസ് യേശുവിന് വേണ്ടി ജീവൻ തന്നെ നൽകുമെന്ന് പറഞ്ഞിരുന്നതാണ്. എന്നാൽ എന്താണ് സംഭവിച്ചത്? പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. യേശുവും പത്രോസും സംസാരിച്ചത് ഗ്രീക്കിലല്ല, അറാമിക് ഭാഷയിലാണ് സംസാരിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ സ്നേഹം എന്നതിന് 2 ഗ്രീക്ക് പദങ്ങൾ ഉപയോഗിക്കുന്നത് കാണാം. അഗാപ്പെ ആൻഡ് ഫിലിയോ എന്നാണ്. സ്നേഹത്തിന് 4 പദങ്ങളുണ്ട്, വേറെയുണ്ട്, ഈറോസ് ഉണ്ട്, സ്റ്റോജ് ഉണ്ട്. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അഗാപ്പെ, ഫിലിയോ എന്നീ പദങ്ങളാണ്. അഗാപ്പെ എന്നുള്ള സ്നേഹത്തിന് അഗാപ്പെ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്യം യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സാക്രിഫിഷ്യൽ ലവ് ആണ് അഗാപ്പെ. ആ സ്നേഹം അങ്ങനെയുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്തും ഈ അഗാപ്പെ യൂസ് ചെയ്തിട്ടുണ്ട്. എവിടെയാണെന്നറിയാം? യോഹന്നാൻ 3:19 ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ഈ പദമാണ്. ഇപ്പം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞിടത്തും ഇരുളിനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞിടത്തും അഗാപ്പെ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫിലയോ ഉപയോഗിച്ചിരിക്കുന്നത് 5:20 പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇവിടെ ഫിലിയോ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പിതാവിന് പുത്രനോടുള്ള സ്നേഹത്തിന് ഫിലിയോ ഉപയോഗിക്കുന്നു. അപ്പോൾ യേശു ഇവിടെ പത്രോസിനോട് ചോദിക്കുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിൻ്റെ സ്നേഹം, എന്നോടുള്ള സ്നേഹം 100% ആണോ? 100% അഗാപ്പെ ആണോ? അൺകണ്ടീഷണൽ ലവ് ആണോ നിനക്ക് എന്നോടുള്ള സ്നേഹം? ഞാൻ ഈ സബ്ജക്റ്റ്, ഈ പോർഷൻ ഞാനിവിടെ ഡീറ്റെയിൽഡായിട്ട് നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പത്രോസ് മറുപടി പറയുമ്പോൾ അത് ഫിലയോ ആണ്, അത് അഫെക്ഷനേറ്റ് ലവ് ആണ്. ഒരു 70% പോലെ. 100% എന്ന് ചോദിക്കുമ്പോൾ ഒരു 70% പോലെ. കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. അപ്പോൾ താൻ എന്തുമാത്രം യേശുവിനെ സ്നേഹിക്കുന്നുവെന്ന് തെളിയിക്കുവാനായിട്ട് പത്രോസ് അവിടെ തുനിഞ്ഞില്ല. താൻ പരാജയപ്പെട്ടു എന്നുള്ളത് പത്രോസിന് അറിയാം. തൻ്റെ സ്നേഹം ബലഹീനമാണെന്ന് പത്രോസിന് അറിയാം. മറ്റ് ശിഷ്യന്മാരുടെ അത്രയും സ്നേഹം താൻ കാണിച്ചില്ല എന്ന് പത്രോസിന് അറിയാം. മറ്റ് ശിഷ്യന്മാർ യേശുവിനെ തള്ളിപ്പറഞ്ഞില്ല എന്ന് പത്രോസിന് അറിയാം. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ പത്രോസ് യേശുവിനെ സ്നേഹിച്ചു. അത് യേശുവിനും അറിയാമായിരുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, കമ്മീഷൻ ചെയ്യുകയാണ്. യേശു പറഞ്ഞു, ഇനി മുതൽ എന്നെ അനുസരിക്കുന്നതിലൂടെ, ഞാൻ പറയുന്നത് അനുസരിക്കുന്നതിലൂടെ നിൻ്റെ സ്നേഹം കാണിക്കുക. ഞാൻ നല്ല ഇടയനാകുന്നു, ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുവാൻ വന്നു. അതിനാൽ ഞാൻ എൻ്റെ കുഞ്ഞാടുകളെ, പത്രോസെ, നിന്നെയാണ് ഏൽപ്പിക്കുന്നത്. അവരെ മേയ്ക്കുക, അവരെ കരുതുക, അവർക്കൊരു മാതൃക കാണിക്കുക. ഇപ്പം നല്ല ഇടയനായ യേശു പത്രോസിൻ്റെ മുൻകാലത്തുണ്ടായിരുന്ന എല്ലാ പരാജയങ്ങളും ക്ഷമിച്ച് തൻ്റെ ആടുകളുടെ ഉത്തരവാദിത്വം അദ്ദേഹത്തെ ഏൽപ്പിച്ചു. നമ്മളാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല. അത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതുകൊണ്ട് തൽക്കാലം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് മാറി നിന്നു എന്നൊക്കെ പറയും. തോളത്തൊക്കെ ഒന്ന് തട്ടി മാറ്റിയിരുന്നു. പക്ഷെ കർത്താവ് വേറൊരു തലത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. രണ്ടാമതും യേശു ചോദിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇനിയും ഇവിടെയും 100% ആണോ എന്ന് ചോദിക്കുമ്പോൾ
ഒരു 70% പോലത്തെ മറുപടിയാണ്. അപ്പോൾ യേശു പറയുക, എൻ്റെ ആടുകളെ പാലിക്കുക. വീണ്ടും റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയാണ്. ഓക്കെ. മൂന്നാമതും ചോദിക്കുന്നു, എന്നോട് പ്രിയമുണ്ടോ? അതായത് ഈ പറയുന്ന 70% ഉണ്ടല്ലോ, ആ 70% ഉണ്ടോ എന്നോട്? ഇപ്രാവശ്യം യേശു ചോദിച്ചപ്പോൾ പത്രോസ് തകർന്നു. പത്രോസ് ദുഃഖിച്ചു. താൻ യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതിനാൽ 3 പ്രാവശ്യം യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയേണ്ടതായി വന്നു. ഓരോ പ്രാവശ്യവും ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നതിനുള്ള നിർദ്ദേശമാണ് പത്രോസിന് കിട്ടിയത്. ഇതിനാൽ പത്രോസിനെ സഭയുടെ ഒരു മൂപ്പനായി യേശു അപ്പോയിൻ്റ് ചെയ്യുന്നത് കാണാം. യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞാൽ മറ്റ് ശിഷ്യന്മാരുടെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും സാധ്യതയുണ്ട്. 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെയും കൂട്ടി ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഇനി പോകുന്നത് ശരിയാണോ എന്നുള്ള ചിന്ത വേണമെങ്കിൽ വരുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ 3 പ്രാവശ്യം സഭയിലെ ഇടയനായിട്ട്, എൽഡറായിട്ട് യേശു പത്രോസിനെ അപ്പോയിൻ്റ് ചെയ്തു. പത്രോസിനോട് ക്ഷമിച്ചു, പത്രോസിനെ റീസ്റ്റോർ ചെയ്തു, പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, യേശു നമ്മളോടും ചോദിക്കുന്നു, ഇവയിലധികമായിട്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു? മറ്റെന്തിനേക്കാളും ഉപരിയായിട്ട് നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അത് ഉള്ളിൽ സംശയമാണെങ്കിൽ, അത് ഡൗട്ട്ഫുള്ളായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ മടങ്ങി വരണം, റീസ്റ്റോർ ചെയ്യപ്പെടണം, യഥാസ്ഥാനപ്പെടണം. അങ്ങനെ വന്നാൽ യേശു വീണ്ടും ഉപയോഗിക്കും. അങ്ങനെ വന്നവരെല്ലാം യേശു ഉപയോഗിച്ചിട്ടേ ഉള്ളൂ. മടങ്ങി വന്ന ഒരാളെയും യേശു തള്ളിക്കളഞ്ഞിട്ടില്ല. യേശു പത്രോസിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മാത്രമേ ചോദിച്ചുള്ളൂ. ഒരു ഇടയനാകുവാൻ ഒരു കാര്യം മാത്രം മതി, യേശുവിനോടുള്ള സ്നേഹം. യേശുവിനോടുള്ള സ്നേഹമില്ലെങ്കിൽ ആർക്കും ആട്ടിൻകൂട്ടത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല. ആട്ടിൻകൂട്ടത്തോട് സ്നേഹമില്ലെങ്കിൽ ഇടയനായിരിക്കുവാനും കഴിയുകയില്ല. യേശുവിനെ യഥാർത്ഥമായി സ്നേഹിക്കാത്തവർ ജനങ്ങളെയും യഥാർത്ഥമായിട്ട് സ്നേഹിക്കില്ല. യേശു പത്രോസിനോട് പറഞ്ഞത് ഓരോ ശിഷ്യനോടും പറയുന്നു, എൻ്റെ ആടുകളെ പാലിക്കുക, എൻ്റെ ആടുകളെ പാലിക്കുക. നാം മനുഷ്യരെ പിടിക്കുന്നവരാകാൻ വേണ്ടി മാത്രമല്ല വിളിക്കപ്പെട്ടിരിക്കുന്നത്, ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുവാൻ കൂടി നമ്മളെ വിളിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ലീഡേഴ്സ് അല്ല, എല്ലാവർക്കും ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഉണ്ടാവുകയില്ല. എന്നാൽ നമ്മുടെ സഹോദരന്മാരെയും നമ്മുടെ കൂട്ടു സഹോദരികളെയും ഒരു എൻകറേജ്മെൻറ്റിൻ്റെ വാക്കുകൾ പറയാനും അവരെ നയിക്കുവാനും നമുക്ക് സാധിക്കില്ലേ? നമ്മുടെ വാക്കുകൾ നമ്മുടെ സഹോദരന്മാരെയും നമ്മുടെ സഹോദരിമാരെയും ബലപ്പെടുത്തുന്നതായിരിക്കണം. അവരെ മുന്നോട്ട് നയിക്കുവാനായിട്ട് അവരുടെ ഹൃദയത്തിന് ബലം കൊടുക്കുന്നതും അവരെ പ്രേരിപ്പിക്കുന്നതും അവർക്ക് ആശ്വാസം നൽകുന്നതായിരിക്കണം. അത് നമുക്ക് ചെയ്യാൻ സാധിക്കില്ലേ? യോഹന്നാൻ 21:18-19 നോക്കാം. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരൻ ആയിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. വയസ്സായ ശേഷമോ നീ കൈ നീട്ടുകയും എന്ന് യേശു പത്രോസിനോട് പറഞ്ഞു. യേശു കുരിശിൽ കൈ നീട്ടിയതുപോലെ പത്രോസ് മരിക്കുമെന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ചില തിയോളജിയൻസ് പറയുന്നു. എന്നിട്ട് ക്രൂശീകരണ സ്ഥലത്ത് കൊണ്ടുപോകും, നിനക്കിഷ്ടമില്ലാത്തിടത്ത് കൊണ്ടുപോകും. ആദ്യം കുറ്റവാളിയുടെ കൈ കുരിശിൻ്റെ ഒരു ഭാഗത്ത് കെട്ടി, പിന്നീട് കുരിശുമെടുത്ത് ക്രൂശീകരണ സ്ഥലത്ത് കൊണ്ടുപോകുന്നത് റോമൻ ക്രൂശീകരണത്തിൻ്റെ രീതിയായിരുന്നു. പത്രോസ് മരണരീതിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് യേശു പറഞ്ഞതാണെന്ന് യോഹന്നാൻ വിശദീകരിക്കുന്നു. യേശു കുരിശിലെ മരണത്താൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. അതുപോലെ അനുസരണത്തിലൂടെയും കഷ്ടതയിലൂടെയും മരണത്തിലൂടെയും പത്രോസും ദൈവത്തെ മഹത്വപ്പെടുത്തും. നമ്മൾ എങ്ങനെ മരിച്ചാലും നമ്മുടെ മരണം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാകുന്നു എന്ന് നാം ഓരോരുത്തരും തീരുമാനിച്ച് ഉറപ്പിക്കേണ്ടതാണ്. മനസ്സിലായോ? നാം വിശ്വസ്തരായി സഹിഷ്ണുതയോടും അവസാനം വരെ സ്നേഹത്തോടെയും നിന്നാൽ ദൈവത്തിന് മഹത്വം വരും നമ്മുടെ ജീവിതം കൊണ്ട്. ആദ്യകാല സഭാചരിത്രകാരന്മാരുടെ എഴുത്തുകളിൽ
പത്രോസ് കുരിശിൽ മരിച്ചുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ യേശു കർത്താവിനെ പോലെ നേരെ ക്രൂശിച്ച് എന്നെ കൊല്ലരുത് എന്ന് പത്രോസ് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നെ തലകീഴായിട്ട് കർത്താവിൻ്റെ പാദത്തിൽ ഞാൻ ചുംബിച്ചുകൊണ്ട് അങ്ങനെ ഞാൻ കൊല്ലപ്പെട്ടോളാം എന്ന് പറഞ്ഞ് പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു എന്നാണ് ചരിത്രകാരൻ പറയുന്നത്. ഒടുവിലായി എന്നെ അനുഗമിക്കുക എന്ന് യേശു പത്രോസിനോട് പറഞ്ഞു. 3 വർഷം മുമ്പ് ഗലീലക്കടലിൻ്റെ തീരത്ത് വെച്ച് ഇതേ വാക്കുകൾ തന്നെ യേശു പത്രോസിനോട് പറഞ്ഞതാണ്. ഇവിടെ ഇതാ ഒരവസരം കൂടി നൽകുന്നു. പത്രോസ് ഇനി ഒരിക്കലും യേശുവിനെ തള്ളിപ്പറയുകയില്ല. എന്നെ അനുഗമിക്കുക, ഫോളോ മീ, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. തലമുറകളിലൂടെ കടന്ന് നമ്മളിലേക്കും എത്തിയിരിക്കുക എന്ന് കർത്താവിൻ്റെ വാക്കുകൾ. കർത്താവ് നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ്, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. ഈ ഭൂമിയിൽ വെച്ച് കർത്താവ് മനുഷ്യരെ വിളിച്ചപ്പോൾ എന്നെ സ്വീകരിക്കുക, എന്നെ വിശ്വസിക്കുക എന്നൊന്നും പറഞ്ഞില്ല, എന്നെ അനുഗമിക്കുക. ഫോളോ മീ എന്നാണ് കർത്താവ് പറഞ്ഞത്. യേശുവിനെ സ്വീകരിക്കുന്നതിന്, യേശുവിനെ വിശ്വസിക്കുന്നതിന് എന്ത് ചെയ്യണം? യേശുവിനെ അനുഗമിക്കണം, യേശുവിനെ ഫോളോ ചെയ്യണം. ക്രിസ്ത്യാനികളാകുവാനായിട്ട് യേശുവിനെ സ്വീകരിച്ച് യേശുവിൽ വിശ്വസിച്ച് സഭയിൽ അംഗമായാൽ മതി എന്ന് സാധാരണ ആളുകൾ ധരിച്ചു വെച്ചിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതം അതിലുപരിയാണ് പ്രിയപ്പെട്ടവരെ. അത് യേശുവിനെ ഫോളോ ചെയ്യുന്നതാണ്, യേശുവിനെ അനുഗമിക്കുന്നതാണ്. യേശു പോകുന്നിടത്തെല്ലാം യേശുവിൻ്റെ കൂടെ പോകുന്നതാണ്. യേശു എങ്ങോട്ടാണ് പോയത്? ക്രൂശിലേക്ക് പോയി. നമ്മളും ശരിയായ ശിഷ്യരാണെങ്കിൽ നമ്മളും ആ പാതയാണ് പിന്തുടരേണ്ടത്. യോഹന്നാൻ 21:20-23 നമുക്ക് നോക്കാം. പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ട് അത്താഴത്തിൽ അവൻ്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട്, കർത്താവെ, നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആരെന്ന് ചോദിച്ചവൻ ഇവൻ തന്നെ. അവനെ പത്രോസ് കണ്ടിട്ട്, കർത്താവെ, ഇവൻ എന്ത് ഭവിക്കും എന്ന് യേശുവിനോട് ചോദിച്ചു. യേശു അവനോട്, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ആകയാൽ ആ ശിഷ്യൻ മരിക്കയില്ല എന്നൊരു ശ്രുതി സഹോദരന്മാരുടെ ഇടയിൽ പരന്നു. യേശു അവൻ മരിക്കയില്ല എന്നല്ല, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്ക് എന്ത് എന്നത്രേ അവനോട് പറഞ്ഞത്. അപ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനെ പത്രോസ് അപ്പോൾ കണ്ടു. കർത്താവെ, ഇവൻ എന്ത് സംഭവിക്കും എന്ന് യേശുവിനോട് ചോദിച്ചു. അപ്പോൾ പത്രോസും യോഹന്നാനും തമ്മിൽ രസകരമായ ചില താരതമ്യങ്ങൾ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. യോഹന്നാനെ എപ്പോഴും യേശുവുമായിട്ട് അടുപ്പമുള്ളവനായിട്ട് കാണിക്കുന്നു. യോഹന്നാൻ ക്രൂശിൻ്റെ അരികിലുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയെ നോക്കുവാനായിട്ട് യോഹന്നാനെ ഏൽപ്പിക്കുന്നത്. യോഹന്നാൻ പത്രോസുമായിട്ട് ഒഴിഞ്ഞ കല്ലറയിലെത്തി. പക്ഷേ പത്രോസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യോഹന്നാൻ അത് വിശ്വസിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ പത്രോസിന് യോഹന്നാൻ്റെ ഭാവിയെക്കുറിച്ച് അനാവശ്യമായ ആശങ്കയുണ്ടായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ മറുപടി പത്രോസിനോടും മറ്റ് ശിഷ്യന്മാരോടും ഒരു ശാസന രൂപത്തിലായിരുന്നു. എല്ലാം അറിയുന്ന കർത്താവ് തൻ്റെ ഓരോ ശിഷ്യന്മാരെയും തൻ്റെ ഇഷ്ടം അനുസരിച്ച് നടത്തുന്നവനാണ് കേട്ടോ, ഓരോ ദൈവമക്കളെയും. അപ്പം നമ്മളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാനും നിങ്ങളും ദൈവമക്കളാണെങ്കിൽ വേറൊരാളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എങ്ങനെ ആയിരിക്കണം, എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ പദ്ധതി അനുസരിച്ച് നമ്മൾ മൂവ് ചെയ്താൽ മതി. അപ്പം മറ്റുള്ളവരോടുള്ള ദൈവഹിതം എന്താണെന്നൊന്നും നമ്മൾ കർത്താവിനോട് വിളിച്ച് ചോദിക്കാനൊന്നും നമ്മൾ പോകണ്ട, അതിനൊന്നും വിഷമിക്കേണ്ട എന്നായിരുന്നു പത്രോസിനോടുള്ള യേശുവിൻ്റെ ഉപദേശം. അപ്പോൾ ചില ശിഷ്യന്മാർ ഇത് കേട്ടിട്ട് യോഹന്നാൻ മരിക്കയില്ല എന്ന് കെട്ടുകഥ പ്രചരിച്ചു. അത്തരം കെട്ടുകഥകളോ തെറ്റിദ്ധാരണകളോ മാറ്റുന്നതിനായി യോഹന്നാൻ ഈ സംഭവം ചേർത്തിരിക്കുന്നത്. അവസാനത്തെ വാക്യങ്ങൾ യോഹന്നാൻ 21:24-25 നോക്കാം. ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനുമാകുന്നു. അവൻ്റെ സാക്ഷ്യം സത്യമെന്ന് ഞങ്ങൾ അറിയുന്നു. യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്. അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. ഇപ്പോൾ യോഹന്നാൻ സുവിശേഷത്തിൽ തൻ്റെ പേര് പറയുന്നില്ല. ഇതെഴുതിയത് പ്രിയപ്പെട്ട ശിഷ്യൻ്റെ, അതായത് യോഹന്നാൻ്റെ വിശ്വസനീയമായ സാക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഇതെഴുതിയിരിക്കുന്നത്. ഈ ശിഷ്യനെ സെബദിയുടെ മകൻ യോഹന്നാൻ എന്ന് തിരിച്ചറിഞ്ഞതിനാലാണ് ഈ സുവിശേഷത്തിന് യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന പേര് നൽകപ്പെടുവാനായിട്ട് ഇടയായത്. അപ്പോൾ യോഹന്നാൻ വളരെ വിശ്വസ്തനായിരുന്നു, യഥാർത്ഥ ഒരു സാക്ഷിയായിരുന്നു.
എല്ലാ വിശ്വാസികൾക്കും മനോഹരമായ ഒരു മാതൃകയാണ് യോഹന്നാൻ. ഈ സുവിശേഷം യേശുവിൻ്റെ ജീവിതത്തെയും പ്രവർത്തനത്തെയും കുറിച്ച് വളരെ ശ്രദ്ധാപൂർവം വായനക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സുവിശേഷമാണ്. യേശു പറഞ്ഞതിൻ്റെയും ചെയ്തതിൻ്റെയും ഒരു ചെറിയ ഭാഗം മാത്രമാണ് യോഹന്നാൻ എഴുതിയത്. 4 സുവിശേഷങ്ങളും കൂട്ടി വായിച്ചാലും, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷം കൂട്ടി വായിച്ചാലും വളരെ ചെറിയ വിവരണം മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. മുഴുവൻ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. ഇനിയും അനേകം പുസ്തകങ്ങൾ എഴുതേണ്ടി വരുമെന്നുള്ളതിൻ്റെ യഹൂദ രീതിയിലാണ് ഇത് അവസാനിപ്പിച്ചിരിക്കുന്നത്. യേശുവിനെ മിശിഹായും ദൈവപുത്രനായി വിശ്വസിക്കാൻ ഈ സുവിശേഷം വായിക്കുന്ന എല്ലാവരെയും സുവിശേഷം ക്ഷണിക്കുകയാണ്. എന്തിനു വേണ്ടി? യേശുവെ മിശിഹായും ദൈവപുത്രനുമായിട്ട് വിശ്വസിക്കുവാനായിട്ട്, യേശുവിൽ നിലനിൽക്കാനും, പെർസിക്യൂഷൻ വരുമ്പോൾ, പീഡനം വരുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും, അങ്ങനെ നിത്യജീവൻ്റെ അനുഗ്രഹത്തിന് അവകാശികളാകുവാനുമായിട്ട് വിശ്വാസികളെ എൻകറേജ് ചെയ്യുന്നു ഈ ദൈവത്തിൻ്റെ വചനം. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്ത സത്യത്തിൻ്റെയും മഹത്വത്തിൻ്റെയും അതേ ആത്മാവ് നമ്മുടെ മഹത്വമേറിയ കർത്താവായ യേശുവിൻ്റെ വിശ്വസ്ത സാക്ഷികളാകുവാനായിട്ട് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.